ചെയ്യാൻ പറ്റൂല. യാ ബുനയ്യ, മോനെ, കൈഫ തജിദുക, എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിച്ചപ്പോ അബ്ദുൽ മലിക്കാണ് മകന്റെ പേര്. അബ്ദുൽ മലിക് എന്ന മകൻ, ഉപ്പാ തജിദുനി അബതാ, എന്റെ ഉപ്പാ ഫിൽ മൗത്ത്, മരണം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഉപ്പയുടെ വാക്ക്, യാ ബുനയ്യ, മോനെ, ലഅൻ തകൂന ഫീ മീസാനി അഹബ്ബു ഇലയ്യ മിൻ അൻ നകൂന ഫീ മീസാനിക്. മോനെ, എന്റെ തുലാസിൽ നീ അനുഗ്രഹമായി വരുന്നതാണ് നിന്റെ തുലാസിൽ ഞാൻ അനുഗ്രഹമായി വരുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായില്ല? മകനെ, നീ എനിക്ക് എന്റെ നന്മ തിന്മ തൂക്കുന്ന മീസാനിൽ ഖനമായി നീ വരുന്നതാണ്. നീ കാരണം എനിക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. നിന്റെ മരണം ആദ്യം സംഭവിച്ച് ഞാൻ ക്ഷമിക്കുന്നതാണ്. നിന്റെ മുമ്പ് ഞാൻ മരണപ്പെട്ട് നീ ക്ഷമിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളും അവരും വലിയ ബുദ്ധിയുള്ള വാക്കുകളാ പറഞ്ഞിട്ടുള്ളത്, ഹിക്മത്തിന്റെ വാക്കുകൾ. മോൻ പറഞ്ഞു, യാ അബതി, ഉപ്പാ, വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഅൻ യകൂന മാ തുഹിബ്ബുഹു അഹബ്ബു ഇലയ്യ മിൻ അൻ നകൂന മാ ഉഹിബ്ബുഹു. ഉപ്പാ, ഞാൻ ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കലാണ്. ഇത് പറയുന്നതോടുകൂടെ ലോകത്തോട് വിട പറഞ്ഞ മോനാണ് 18 വയസ്സിൽ താഴെ പ്രായമുണ്ടായിരുന്ന അബ്ദുൽ മലിക് ബിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ അബ്ദുൽ മലിക് എന്ന പേരുള്ള മകൻ. യാ അല്ലാഹ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി മകനെ മറവ് ചെയ്യാൻ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ നിന്നു. എല്ലാവരും ചുറ്റും നിൽക്കുന്നുണ്ട്. വല്ലാഹി, ആ മോനോട് നേരിട്ട് സംസാരിച്ചു. തൽഖീന് പറയുമ്പോ അസുഖം വരുന്ന ആൾക്കാരുണ്ട്, ഒന്ന് കേൾക്കണം. മരണം എന്ന് പറയുന്നത് ഒരു ദാറിൽ നിന്ന്, ഒരു വീട്ടിൽ നിന്ന് അടുത്ത ഒരു വീട്ടിലേക്കുള്ള യാത്രയാണ്. ആ വീട് ഈ വീടിനേക്കാളും ടോട്ടലി ഡിഫറന്റ് ആണ്. അവിടെ കേൾക്കുന്നുണ്ട് ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം. മരിച്ചു കിടക്കുന്ന മയ്യത്ത്, അവരെ അവിടെ മറവ് ചെയ്ത് പോകുന്നവരുടെ സംസാരവും ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദവും മയ്യത്ത് കേൾക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്, അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഖബർസ്ഥാനിലേക്ക് കയറി ചെല്ലുമ്പോൾ ദുആയുണ്ട്. ഇവിടെ കിടക്കുന്ന വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. എന്തിനാന്നറിയോ? അവർ സലാം മടക്കും എന്ന് വിചാരിച്ച് പടച്ചോന്റെ കഴിവുണ്ടെന്നല്ല ഈ പറയുന്നത്. അവർക്ക് അള്ളാഹു ഒരു ഹയാത്ത്, ഒരു ജീവിതം ഖബറിൽ കൊടുക്കുന്നുണ്ട്. അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അവർക്ക് സലാം മടക്കാൻ കഴിയും. പുണ്യ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട് എത്രയോ ഹദീസുകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുൽ മലിക് ബിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി മുജദ്ദിദാണ്, 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണെന്ന് ബിത്തിഫാഖിൽ ഉലമാ ലോകം അംഗീകരിച്ച മുജദ്ദിദാൻ. ലോക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി തആല അലൈഹി മകന്റെ ഖബറിന്റെ അരികത്ത് നിന്ന് പറഞ്ഞു, മോനെ, വല്ലാഹി യാ ബുനൈ ലഖദ് കുൻത ബാറൻ ബിഅബീക്. മക്കളെ, ചെറുപ്പക്കാരെ, ശ്രദ്ധിച്ചു കേൾക്കുക. നമുക്കൊരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കാം, ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കാണും, എത്രയോ ഇഷ്ടപ്പെട്ടവർ, കൂടെ പഠിച്ചവർ, ക്ലാസ്മേറ്റുകൾ, അവരൊക്കെ നമുക്ക് വലിയവർ തന്നെയാവാം. എന്നാൽ തൻ്റെ ജന്മത്തിന് കാരണക്കാരായ മാതാപിതാക്കളെക്കാളും വലുതല്ല സുഹൃത്തുക്കളാരും. ഇത് നമ്മുടെ മക്കൾ തിരിച്ചറിയണം. രക്തബന്ധത്തെക്കാളും വലുതല്ല നമ്മുടെ സൗഹൃദ ബന്ധം. രക്തബന്ധത്തിന് വലിയ കൂലിയാണ്, അത് കാത്തു സൂക്ഷിക്കുന്ന വലിയ പ്രതിഫലമാണ് ശറഅ പറയുന്നത്. ഒരു വാപ്പ മകന് കൊടുക്കുന്ന, ലോകത്ത് കൊടുത്ത സർട്ടിഫിക്കറ്റുകളിൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അവരുടെ മകൻ അബ്ദുൽ മലിക് എന്ന മകന് കൊടുക്കുകയാണ്. മോനെ എന്ന് വിളിക്കുകയാണ്. ആരെ വിളിക്കണമെന്നറിയോ? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മകനെ. ഇത് വെറും വർത്താനാണെങ്കിൽ മുജദ്ദിദായ മഹാൻ ഇത് ചെയ്യോ? ഉണ്ടാണ്ട് പോരൂല. എവിടെന്ന് മകനതറിയാം, മകനത് കേൾക്കുന്നുണ്ട് എന്നറിവോടുകൂടെ തന്നെയാണ് മഹാനി പറയുന്നത്. ജനങ്ങളൊക്കെ
ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നവർ കിതാബ് സുഹുദിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും മഹാന്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ആ മോനോടാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. മോനെ, ലഖദ് കുൻത ബാറൻ ബിഅബീക്, മോനെ നിന്റെ ഉപ്പയോട് നന്നായി പെരുമാറിയിരുന്ന, ഉപ്പയെ നല്ലോണം സ്നേഹിച്ചിരുന്ന മോനായിരുന്നു നീ എന്ന് എനിക്കറിയാം. ഒരു വാപ്പ മകനോട് ഇത് പറഞ്ഞാൽ മകന് കിട്ടുന്ന ലോകത്തെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്സ് അതാണ്. സ്പോർട്സിന് വേറെതെങ്കിലും കായികത്തിലെ ഏതെങ്കിലും മറ്റു പരീക്ഷകളിൽ കിട്ടുന്ന വിജയത്തിന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല. ഇതാണ് വലുത്. മോനെ, വാപ്പയാ എന്നോട് ഏറ്റവും നന്നായി പെരുമാറിയ മോനാണ് നീ മോനെ. വല്ലാഹി മാ സിൽതു മസ്റൂറൻ ബിക് മുൻദു വഹബക അല്ലാഹു ലീ ഇലാ അൻ ഇസ്തൗദഅതുക അല്ലാഹ ഫിൽ മൻസിലിൽ ലദീ സയ്യറക അല്ലാഹു ഇലൈഹി. മോനെ, നീ ജനിച്ച നാളു മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. അല്ലാഹു നിന്നെ കൊണ്ടുപോവുകയും റബ്ബിന്റെ കരങ്ങളിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഈ നിമിഷം വരെ ഇവിടെ അങ്ങോട്ടും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്താ വേണ്ടത്? ഈ പൊരുത്തം കിട്ടിയാൽ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. മാതാപിതാക്കളുടെ പൊരുത്തം. മക്കളെ, നിങ്ങൾക്ക് ആൺകുട്ടികളെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല സുന്ദരിമാരായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റിയെന്ന് വന്നേക്കാം ജീവിതത്തിൽ. പക്ഷേ നിങ്ങളുടെ ഉമ്മ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. നിങ്ങളുടെ വാപ്പ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. പെൺകുട്ടികളെ, യു മേ മാരി സംവൺ മോസ്റ്റ് ഹാൻസം, വളരെ ഭംഗിയുള്ള സുമുഖന്മാരായ പുരുഷന്മാരെ നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കിട്ടിയെന്ന് വന്നേക്കാം. പക്ഷേ they won't love you the way your mom and dad did. നമ്മൾ തിരിച്ചറിയണം, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ നിങ്ങളുടെ ഭർത്താവിനോ കാമുകനോ ഒന്നും കഴിയില്ല. Boys, you may marry the most beautiful, prettiest women on earth. They won't love you the way your mom and dad loved. തിരിച്ചറിയണം നമ്മൾ. നമ്മുടെ ഉമ്മയും വാപ്പയും സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ടൊന്നും കഴിയില്ല. ഇംപോസിബിൾ. ഇത് അല്ലാഹു നിശ്ചയിച്ചൊരു സ്നേഹമാണ്. അതുകൊണ്ട് ഖുർആൻ എടുത്തു നോക്കിയാൽ മക്കളോട് അല്ലാഹു പറയും, മക്കളെ, അനിഷ്കുർലി വലിവാലിദൈക്, നീ എനിക്ക് നന്ദി പറയണം, നിന്റെ മാതാപിതാക്കളോട് നന്ദി പറയണം. പിന്നെ പറയും, നിന്റെ മാതാപിതാക്കൾ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ. നിന്റെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അത്തും വിത്തും പറയാൻ തുടങ്ങും, അൾഷിമേഴ്സ് വരും, മെമ്മറി ലോസ് വരും, പറഞ്ഞത് ഓർമ്മയുണ്ടാകില്ല, ആളെ തിരിച്ചറിയാതെ വരും, പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. മക്കളെ, നിങ്ങളുടെ ഉമ്മയോട് ഉപ്പയോട് ആ വാർദ്ധക്യത്തിൽ ഛേ എന്നൊരു വാക്കുപോലും പറയല്ലേ. ഖുർആൻ പറയും. ഏതെങ്കിലും വാപ്പയോട് ഖുർആൻ പറഞ്ഞോ നിങ്ങളെ മക്കളെ സ്നേഹിക്കണമെന്ന്? പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? മക്കളോടുള്ള മാതാപിതാക്കളുടെ സ്നേഹം ഇറ്റ് ഈസ് ഓൾറെഡി എംബെഡഡ് ഇൻ ദ ഹ്യൂമൻ മൈൻഡ്സ്. അള്ളാഹു മനുഷ്യന്റെ മനസ്സിൽ വെച്ചുകൊടുത്തൊരു സ്നേഹമാണ്. സ്നേഹിക്കണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പയും സ്നേഹിക്കും മക്കളെ. പക്ഷെ മക്കൾ തിരിച്ചു കൊടുക്കുന്നത് ഇബാദത്താണ്. അത് മക്കൾ ഡെലിബറേറ്റ്ലി ചെയ്യുന്ന പണിയാണ്. ഉമ്മാക്കും വാപ്പാക്കും മക്കളെ സ്നേഹിക്കാൻ പണിയില്ല. എന്തേ? അവരെ സ്നേഹിച്ചിരിക്കും, അങ്ങനെയാണ്. നേരെ മറിച്ച് തിരിച്ചാ സ്നേഹം മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് ഇബാദത്താണ്. അത് മക്കൾ ചെയ്യണം. അതൊരു പക്ഷേ ജന്മനാ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഖുർആൻ മക്കളോട് മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. എന്തു പറഞ്ഞില്ല? മാതാപിതാക്കളോട് പറഞ്ഞിട്ടില്ല മക്കളെ സ്നേഹിക്കാൻ. അത് പറഞ്ഞാലും ഇല്ലെങ്കിലും അവർ സ്നേഹിക്കുന്ന ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, മോനെ, മാസിൽതു മസ്റൂറൻ ബിക, നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു മോനെ. മുൻദു വഹബകല്ലാഹു ലീ, എനിക്ക് അല്ലാഹു നിന്നെ തന്നേടം മുതൽ. മക്കളില്ലാത്തവർക്ക് റബ്ബേ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളെ നൽകിയവർക്ക് റബ്ബേ ആ മക്കളിൽ കൺകുളിർമയെ, സന്തോഷത്തെ കൊടുക്കണേ റബ്ബേ. മക്കൾ രോഗികൾക്ക് ശിഫ കൊടുക്കണേ തമ്പുരാനെ. മക്കളൊക്കെ ഒരു +2 ഡിഗ്രി ഒക്കെ ആകുമ്പോഴേക്കൊക്കെ ഉമ്മാർക്കും ഉപ്പാർക്കും സംസാരിക്കാൻ പേടിയാണ്. മോം സ്റ്റോപ്പ് നാഗിങ്. അമ്മ ഇപ്പൊ ഇങ്ങനെ ഗിടുകിറ് പറഞ്ഞുകൊണ്ടിരിക്കല്ല. എന്തിന്? നിസ്കരിച്ചോ ചോദിക്കുന്നതിനായി പറയാ. അത് ഉമ്മ എന്നും ചോദിക്കും. വീട്ടിൽ കയറി വരുമ്പോ ചോദിക്കും, മോനെ, നിന്റെ കൂട്ടുകാരൊക്കെ നല്ല കൂട്ടുകാരനല്ലേ? നീ അവിടെ എവിടെയും പോയിട്ടില്ലല്ലോ. ഉമ്മ ഒന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഐ ആം ഫെഡ് അപ്പ്,
മക്കള് പറയും മാ വെറുപ്പാന്നിട്ട് ഞങ്ങളെ ഉപദേശം കേട്ടിട്ട്. 10, 12, 13 വയസ്സായി തുടങ്ങുമ്പോ ഉപദേശങ്ങളൊക്കെ ഉറപ്പായി തുടങ്ങും. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ മക്കളെ നന്നാവണമെന്ന് ആഗ്രഹമുണ്ടോ 7 വയസ്സ് 14 വയസ്സിനിടയിൽ നന്നാക്കിയാ കിട്ടും. ഇല്ലേ പോയി 7 വയസ്സ് 14 വയസ്സ്, രണ്ടാമത്തെ 7, ആദ്യത്തെ 7 ലാഇബുഹും സബ്അൻ, 7 വയസ്സ് വരെ കുട്ടികളുടെ കൂടെ കളിക്കണം എന്നാണ്. പക്ഷേ the second 7 to 14, 7 മുതൽ 14 വയസ്സ് വരെയുള്ള അദ്ദിബുഹും, അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അദബ് പഠിപ്പിച്ചു കൊടുക്കുന്ന വല്ല അറബി കോളേജിലും കൊണ്ടേ ചേർത്തണമെങ്കിലോ ഹിഫ്ദിൽ ചേർത്തണമെങ്കിലോ പഠിക്കാൻ താല്പര്യം ഉണ്ടാവണമെങ്കിലോ ഒക്കെ 7 to 14 ഇടയിൽ ചെയ്താലേ ഫലിക്കൂ. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. വസാഹിബുഹും സബ്അൻ, പിന്നെ നീ കൂട്ടുകാരനായി നടക്കണം 14 മുതൽ 21 വരെ. പിന്നെ ആ കയറുകിട്ട് ഇട്ടുകൊടുത്തേക്ക് നീ നോക്കിയിട്ട് കാര്യമില്ല. നന്നായാൽ ആ മകൻ നന്നായി, കേടെന്നാൽ അത് കേടുവന്നു. അതുകൊണ്ട് എന്റെ ബഹുമാന്യരായ രക്ഷിതാക്കളോട്, കൂട്ടുകാരോട് പറയാണ്, നമ്മുടെ മക്കളിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ നിങ്ങളുടെ മോള് ഹിജാബ് ധരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ 14 വയസ്സിന്റെ ഉള്ളിൽ പറഞ്ഞോളൂ. 14 കഴിഞ്ഞ ഉമ്മ എനിക്കിപ്പോ എന്നൊക്കെ പറയാൻ തുടങ്ങി. ഐ എം നോട്ട് കൺവിൻസ്ഡ്, എനിക്കൊന്ന് ബോധിക്കട്ടെ എന്ന് പറയും. എങ്ങനെയുണ്ട് ബോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ? അപ്പൊ ചില ഉമ്മാര് പറയും എനിക്ക് നിർബന്ധിക്കാൻ താല്പര്യമില്ല, ഓൾക്ക് അതൊക്കെ മനസ്സിലാവുമ്പം ചെയ്തോളൂന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ റോഡ് ഇവിടെ മുറിച്ചു കിടക്കുമ്പോൾ ഇവിടെ വളണ്ടിയേഴ്സ് ഇങ്ങനെ ഗാർഡ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ആക്സിഡന്റ് ഇല്ലാതെ ഈ 100 ആൾക്കാർ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ഒരു ചെറിയ പൈതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുതറിയോടുമ്പോ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൈപിടിച്ച് നിർത്തോ, അതല്ല കുട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടോ നിന്നോട്ടെ നിങ്ങൾ പറയോ? നിങ്ങൾ എന്താ ചെയ്യാ? എന്റെ കുട്ടിക്ക് ബോധ്യപ്പെടുമോ എന്നൊന്നുള്ളൂ, ഇപ്പം ഓടിക്കോട്ടെ പറയോ നിങ്ങൾ? റോഡ് മുറിച്ചടക്കുമ്പോ ചെയ്യൂല. എന്തേ? അത് അപകടമാണെന്ന് നിങ്ങൾക്കറിയാം. ആ കുട്ടിക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ രക്ഷിതാക്കളാണ്, നിങ്ങൾക്കറിയാം ഹിജാബ് വേണം, നിങ്ങൾക്കറിയാം ഔറത്ത് മറക്കണം, നിങ്ങൾക്കറിയാം മോഡസ്റ്റ്ലി ഡ്രസ് ചെയ്യണം. ഇത് അവർക്ക് ബോധിച്ചോളും. പക്ഷേ ശറഅ് പറഞ്ഞ സമയം കൊണ്ടത് തുടങ്ങണം. 7 മുതൽ 14 നിങ്ങൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ കൈവിട്ടുപോകും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ മകൻ, ബാറം ബി അബീക, നിന്റെ വാപ്പയായ എന്നോട് അത്രമേൽ സ്നേഹം കാണിച്ച മോനാണ് നീ. മോനെ, നീ ദുന്യാവിലേക്ക് വന്നത് മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. ഇലാ അനിസ്തൗദഅതുക ലില്ലാഹ്, അല്ലാഹുവിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത് വരെ. അതെവിടെയാണ്? ഫിൽ മൻസിലില്ലദീ സയ്യറകല്ലാഹു ഇലൈഹി, ഏതൊരു വീട്ടിലേക്കാണോ മോനെ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഏതൊരു മൺവീട്ടിലേക്കാണോ നീ വന്നിരിക്കുന്നത്, ഈ വീട്ടിലേക്ക് എത്തുന്നത് വരെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഫറഹിമകല്ലാഹ്, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ.